അറബി കോളേജിൻ്റെ ഭാരവാഹികൾ, അതിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളായ ആലിമികൾ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അനേകായിരം തത്വങ്ങളും വിശ്വാസങ്ങളും സൽക്കർമ്മങ്ങളും മുന്നറിയിപ്പുകളും കൊണ്ട്, അതുപോലെ തന്നെ താക്കീതുകളുമായി വന്ന പരിശുദ്ധമായ ഖുർആൻ, ആ പരിശുദ്ധമായ ഖുർആൻ അതുപോലെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ സമകാലീന സമൂഹത്തിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം, വളരെയധികം ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ്. പള്ളി ദർസുകളും അതുപോലുള്ള ദീനി കലാലയങ്ങളിൽ കുട്ടികൾ കുറയുന്നതും, അതുപോലെ തന്നെ ദീനിനോടുള്ള യുവാക്കൾക്കുള്ള അടുപ്പം കുറവും നമ്മൾ ഈ സമകാലീന സമൂഹത്തിലേറെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. ഒരു വേളയിൽ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ഒരു തർക്കമുണ്ടായി. അവരുടെ തർക്കങ്ങളൊക്കെ ദീനിന്റെ പേരിലാണ്, നമ്മളെ പോലെ ചെറിയ ചെറിയ വിഷയങ്ങൾക്കല്ല. അവരുടെ തർക്കങ്ങളൊക്കെ ഉണ്ടാകുന്നത് ദീനിന്റെ പേരിൽ തന്നെയാണ്. അത്തരത്തിൽ ആ തർക്കത്തിൽ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് 5 വഖത്ത് നമസ്കാരം നേരിട്ട് വാങ്ങിക്കൊണ്ട് തന്ന അള്ളാഹുവിനെ കാണാനായി പോയ ആ യാത്രയിൽ അള്ളാഹുവിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട കണ്ണുകൊണ്ട് തന്നെയാണോ കണ്ടത് എന്ന വിഷയത്തിൽ ഒരു ചർച്ചയുണ്ടായി. ബഹുമാനപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, അത്തരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ശറഫാക്കപ്പെട്ട കണ്ണുകൊണ്ടാണോ കണ്ടത് എന്ന വിഷയത്തിൽ സംശയമാണ്. കാരണം പരിശുദ്ധമായ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇബ്നു അബ്ബാസ് തങ്ങളെ ലാ തുദ്രികുൽ അബ്സാർ, ഒരു കണ്ണുകൾക്കും അല്ലാഹുവിനെ കീഴ്പ്പെടുത്താൻ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് പരിശുദ്ധമായ ഖുർആൻ തന്നെ പറയുമ്പോൾ, എങ്ങനെയാണ് മുത്തനബി തന്റെ ശറഫാക്കപ്പെട്ട കണ്ണിലൂടെ അല്ലാഹുവിനെ കണ്ടു എന്ന വിഷയത്തിൽ അവിടെ ചർച്ചയുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വ്യക്തമാക്കി കൊടുക്കുകയാണ്, അല്ലാഹുവിനെ ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ടത് സ്വന്തം ശറഫാക്കപ്പെട്ട കണ്ണുകൊണ്ട് തന്നെയാണ്. എന്നിട്ട് അവസാനം എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആയത്ത് ഞാൻ ഓതി പഠിക്കുമ്പോൾ, ഈ ആയത്തിനെ പറ്റി ചർച്ച ചെയ്യപ്പെടുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യമാണ്, നമ്മുടെ കണ്ണ് അല്ലാഹു എങ്ങനെയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ളത്. ഒരു മനുഷ്യന്റെ കണ്ണിന് 576 മെഗാ പിക്സലും അതുപോലെ കോൺവെക്സ് രൂപാകൃതിയിലുള്ള നമ്മുടെ ഓസ്കാർ ഗ്രന്ഥിയോട് കൂടി രൂപപ്പെടുത്തിയിരിക്കുന്ന നമ്മുടെ കണ്ണ്, ആ കണ്ണിന് അല്ലാഹു സുബ്ഹാനഹു വ തആല രൂപപ്പെടുത്തിയിരിക്കുന്ന രീതിയും അതിൻ്റെ എല്ലാവിധ കാര്യങ്ങളും അല്ലാഹു രൂപപ്പെടുത്തിയിരിക്കുന്നതെന്ന് പഠിച്ചത് ഞാൻ പരിശുദ്ധമായ ഖുർആനിലൂടെയാണ്. ഞാൻ +2 വിദ്യാഭ്യാസം നേടിയതാണെങ്കിലും അവിടെ ഒന്നും ഈ കണ്ണിനെ പറ്റിയിട്ട് അധികമായി ഞാൻ പഠിച്ചില്ല. പക്ഷേ പരിശുദ്ധമായ ഖുർആൻ ഓതുമ്പോൾ, ഒരു ആയത്ത് ഓതുമ്പോൾ, ആ ആയത്ത് അല്ലാഹു കണ്ണിന് കൊടുത്ത കഴിവിനെ പറ്റി പഠിച്ചപ്പോൾ അവിടെ നിന്ന് എനിക്ക് വന്നൊരു ആഗ്രഹമാണ് ഈ കണ്ണിനെ പറ്റിയുള്ള കുറച്ച് അറിവുകൾ. അത് കുറച്ച് നന്നായിട്ട് പഠിക്കാനുണ്ട് അതിനെപ്പറ്റി. അതുപോലെ മനുഷ്യ ശരീരവും എല്ലാം അല്ലാഹു ആ ഒരു ഘടനപ്പെടുത്തിയിരിക്കുന്നതെല്ലാം വളരെയധികം അല്ലാഹു സൂക്ഷ്മതയോടുകൂടി തന്നെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വരുന്നത് ഭൗതിക വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ആത്മീയ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസം നമുക്ക് വേണമെന്നല്ല, പക്ഷെ ആത്മീയ വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ്. ഇതുപോലുള്ള ദർസുകൾ എല്ലാം നമ്മൾ അതുപോലെ തന്നെ അതിന് എല്ലാവിധ സപ്പോർട്ടുകളും കൊടുക്കേണ്ട ഒരു സമയം കൂടിയാണ്. ബഹുമാനപ്പെട്ട ഉസ്താദുകളുടെ ജീവിതത്തിൽ നിന്നും നമ്മൾ പഠിച്ചതുപോലെ തന്നെയാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഉസ്താദ് ദർസിലൊക്കെ പഠിപ്പിക്കുമ്പോൾ 10 മണിക്ക് നമുക്ക് പാഠം തുടങ്ങുന്ന സമയത്ത് വന്നിട്ട് ഉസ്താദ് മുഹർ നിസ്കരിച്ചിട്ടാണ് കയറി വരുന്നത്. വന്നിട്ട് വീണ്ടും ചോദിക്കടാ, ഞാൻ മുഹർ നിസ്കരിച്ചായിരുന്നു എന്ന് ഉസ്താദ് ഇങ്ങനെ എടുത്ത് ചോദിക്കും. അത് ഉസ്താദിൻ്റെ അത്തരത്തെ ഒരു സൂക്ഷ്മതയാണ്. അതൊക്കെ കണ്ട് തന്നെയാണ് നാം വളർന്നു വന്നിരിക്കുന്നത്. ഉസ്താദിനെ പോലെ ജീവിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ യോഗത്തിൽ എല്ലാവരെയും ഞാൻ ഒറ്റവാക്കി സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.